ഇന്ത്യ-യു.എസ് വ്യാപാര കരാറിലെ വിമർശനവുമായി പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് കീഴ്പ്പെട്ടുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സർക്കാരിന്റെ വിവരങ്ങള് ഇന്ത്യ അറിയുന്നത് ട്രംപ് വഴിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതേസമയം കേന്ദ്രമന്ത്രിമാര് വ്യാപാര കരാറിന് സ്വാഗതം ചെയ്തു. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാര് അമേരിക്കന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഓപ്പറേഷന് സിന്ദൂര് അവസാനിപ്പിച്ചതായി ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യ-യു.എസ് വ്യാപാര കരാര് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് കീഴടങ്ങിയെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൂടി ഇനി ട്രംപിന് നൽകിയാല് മതിയെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. ഇന്ത്യയെ ഇരുട്ടില് നിർത്തിയാണ് വ്യാപാര കരാര് പ്രഖ്യാപിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും വിമർശിച്ചു. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാര് കേന്ദ്രമന്ത്രിമാര് സ്വാഗതം ചെയ്തു. കരാര് കൂടുതല് തൊഴിലവസരങ്ങള് സൃഷ്ടിക്കുമെന്നും മേക്ക് ഇൻ ഇന്ത്യ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാപാര കരാറിന്റെ ഗുണം രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പ്രതികരിച്ചു. ലോകക്രമം ഇന്ത്യയ്ക്ക് അനുകൂലമായി മാറുന്നുവെന്ന് ഡൽഹിയില് ചേർന്ന എൻ.ഡി.എ യോഗത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കരാര് ഇന്ത്യന് നയതന്ത്രത്തിന്റെ വലിയ വിജയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.